ആമേൻ. യേശു ഗലീല തീരത്ത് വന്നിട്ട് അക്കരയ്ക്ക് നമുക്ക് പോകാം എന്ന് യേശു പറഞ്ഞു അല്ലേ? യേശു പടകിൽ കയറി. പടകിൽ കയറി യാത്ര തുടങ്ങിയപ്പോൾ പ്രതികൂലം തുടങ്ങി. എന്നാൽ പ്രതികൂലത്തിനെ കണ്ടൽ യേശു കിടന്ന് ഉറങ്ങി. തനിക്കുള്ള വാഗ്ദത്തം പ്രകാരം അക്കരയ്ക്ക് തനിക്കുള്ള ശുശ്രൂഷയ്ക്ക് പോകുവാൻ യേശു ഉറങ്ങിയപ്പോൾ കടൽ ഇളകി വശായി. ആമേൻ. തിരമാലകൾ വീശിയടിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടോണം. ഹല്ലേലൂയ. തിരമാലകൾ വീശിയടിച്ചു. വെള്ളം അനേക ശക്തിയുമായി ഉയർന്ന് കടലിൽ ഈ വെള്ളം ഇളകി മറിഞ്ഞ് സകലവരും ഭയപ്പെട്ടു. യേശു പടകിൽ ഉറങ്ങുകയായിരുന്നു വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം പഠിക്കുമ്പോൾ പറയുന്നു, ഗലീല കടലിൽ ഗദനതര ദേശത്തിന് നേരത്തുള്ള സ്ഥലത്ത് വന്നവർ പടകിൽ ഇറങ്ങി. അതിനിടയ്ക്ക് കുറേ സംഭവമൊക്കെ ഉണ്ടായി. എന്തായിരുന്നു? ഈ കാറ്റിനെയും കോളിനെയും യേശു ശാസിച്ചു. അത് കീഴടങ്ങി. അവരോട് ചെന്ന് ഇറങ്ങുമ്പോൾ 6000 ഭൂതങ്ങൾ വസിക്കുന്നൊരു മനുഷ്യൻ അവിടെ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-2 ലീജിയൻ 6000 എണ്ണമുള്ള ഭൂതമുള്ള ഒരു മനുഷ്യൻ അക്കരെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഞങ്ങൾ ഇന്നലെ അവിടെ പ്രസംഗിച്ചപ്പോൾ ദൈവാത്മാവ് പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. നമ്മൾ കാണുമ്പോൾ, ലോകക്കാർ കാണുമ്പോൾ, നിങ്ങളുടെ ഷർട്ടോ നിങ്ങളുടെ ഉടുപ്പോ കാണുന്നു, നിങ്ങളുടെ നിറം കാണുന്നു, നിങ്ങളുടെ ഉയരം കാണുന്നു, നിങ്ങളുടെ രൂപം കാണുന്നു. എന്നാൽ സാത്താനും ആത്മീയ മണ്ഡലത്തിലുള്ള 2 സംഗതികൾ നമ്മളെ കാണുന്നുണ്ട്. സാത്താനും അവൻ്റെ സംഘവും, 2 ദൈവവും ദൂതന്മാരും. ഈ 2 സംഘങ്ങളും നമ്മളെ കാണുന്നത് നമ്മുടെ ബാഹ്യരൂപത്തിലല്ല. അവർ കേൾക്കുന്നുണ്ട്? നമ്മുടെ ബാഹ്യരൂപത്തിലല്ല നമ്മളെ കാണുന്നത്. അതുകൊണ്ടാണ് ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ഈ പറഞ്ഞ നമ്മുടെ ദൈവത്തിൻ്റെ ദാസനായിരുന്ന പ്രവാചകൻ അങ്ങ് ചെല്ലുമ്പോൾ, ശമൂവേൽ പ്രവാചകൻ ചെല്ലുമ്പോൾ, ആ വീട്ടിലെ മൂത്ത പുത്രനെ കാണുമ്പോൾ അവൻ തീരുമാനിക്കുന്നു ഇവൻ തന്നെയാണ് അഭിഷേകം ഏറ്റുവാങ്ങാനുള്ളവൻ. അവൻ്റെ ഉയരവും അവൻ്റെ സൈസും എല്ലാം കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു. ദൈവം പറഞ്ഞു അല്ല. അവൻ അടുത്തവനെ കണ്ടു, അവനെ എന്ന് വിചാരിച്ചു. അല്ല, ദൈവം പറഞ്ഞു നിങ്ങൾ പുറമേ ഉള്ളത് കാണുന്നു. ഹല്ലേലൂയ. മാൻ ലുക്സ് അറ്റ് ലുക്സ്. മനുഷ്യൻ പുറമേ ഉള്ളത് കണ്ടിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ ദൈവമോ കാണുന്നത് നിൻ്റെ ആത്മീയ മനുഷ്യനെയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നതിൽ ഉയരം കുറഞ്ഞ ആൾക്കായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും ഉയരമുള്ള ആത്മീയ മനുഷ്യൻ. നമ്മുടെ ശരീരത്തിൻ്റെ പൊക്കം 5 അടി ആയിരിക്കാം, അല്ലെങ്കിൽ 4 അടി ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ്റെ ഉയരം അനേക ശക്തമായ ഉയരത്തിലായിരിക്കാം. ചിലപ്പോൾ ശരീരത്തിൻ്റെ ഉയരം 5.5 അടി കാണും, 6 അടി കാണും. പക്ഷേ ആത്മാവ് മനുഷ്യൻ്റെ ഉയരമോ 2 അടിയോ 3 അടിയോ ആയിരിക്കാം. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ആത്മീയ മനുഷ്യൻ്റെ സൈസ് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായാണ് ഇരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? പ്രിയരെ, ആത്മീയ മനുഷ്യൻ വളർന്ന് ആത്മീയ മനുഷ്യൻ്റെ വളർച്ചയിൽ നീ പ്രാപിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ സർട്ടൻ ആയിരിക്കുന്ന ആ ഒരു ഉയരത്തിൽ ആ വളർച്ചയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ആത്മീയ മണ്ഡലം മാറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ലൂക്ക 9:28 ഒന്ന് വായിച്ചേ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ടു പാർത്തിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പാർത്തിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശെയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. മതി. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയം ഇതാണ്. യേശു ജീവിച്ച ആ വർഷം അല്ലേ, AD 0 എന്നിട്ടോ യേശുവിൻ്റെ മരണം നടന്ന ആ വർഷം അല്ലെങ്കിൽ ആ സമയം ഏകദേശം അങ്ങനെ ഒരു 0 എന്ന് കണക്കൂട്ടിക്കും. അതിന് മുന്നോട്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു പ്രവാചകൻ ഏലിയാവ്, അതിനും 1000 ആണ്ടുകൾ 100 ആണ്ടുകൾ മുമ്പ് ജീവിച്ച ഒരു ദൈവപുരുഷൻ മോശ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? യേശു ക്രിസ്തുവിൻ്റെ ആത്മീയതയിലേക്കാണ് നമ്മളെ വിരൽ ചൂണ്ടുന്നത്. യേശുവിൻ്റെ സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ ആ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട്, അതൊക്കെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വളരെ പ്രധാനപ്പെട്ടതാണ്. താഴ്മയുടെ അവസ്ഥയിൽ ഈ ആത്മീയ
ഷിഫ്റ്റ് നടക്കത്തില്ല. ഹല്ലേലൂയ. ഉയരത്തിൽ ആത്മീയതയിൽ നോക്കിക്കേ, യേശു ആയിരുന്ന സമയം, ഏലിയാവ് ആയിരുന്ന സമയം, മോശ ആയിരുന്ന സമയം, ആ സമയത്തേക്ക് യേശുവിൻ്റെ ആത്മാവ് ഷിഫ്റ്റഡായി. ഞാനൊരു വലിയ സത്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടിയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്നത്. പ്രിയരെ, ഒരാത്മീയ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരാത്മീയ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അതൊന്നും നമുക്ക് ബാധകമല്ലല്ലോ. ഇപ്പോൾ എൻ്റെ പ്രശ്നം ഇതാണെന്ന് പറഞ്ഞിരിക്കരുത്. ഇപ്പോഴത്തെ പ്രശ്നം വിട്ടുകളാ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെങ്കിലും അതിനെ വിട്ടുകളാ. ഈ വചനം ഏറ്റെടുത്തോ. സ്തോത്രം. എന്നാ പറയുന്നറിയാവോ? പ്രശ്നവും മാറും, ആത്മാവിലൊരു ഉയർച്ചയുണ്ടാവും. അമേൻ. ചില മുഖം കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ പ്രശ്നമൊന്നും അല്ലല്ലോ പാസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ പ്രശ്നം ഇതിൽ എൻ്റെ ചെറിയ പ്രശ്നമാണ്, പക്ഷേ ഇത് വലിയ കാര്യമാണ് പറയുന്നത്. പക്ഷേ പ്രിയരെ, ഞാൻ പറഞ്ഞതെന്നറിയോ, ഈ പറഞ്ഞ യേശുവിൻ്റെ ആത്മാവ് അങ്ങോട്ട് പോയി മോശയുടെ സമയത്തേക്കും ഏലിയാവിൻ്റെ സമയത്തേക്കും പോയി. അതല്ലെങ്കിൽ ഏലിയാവും മോശയും ആ ഒരേ സമയത്ത് യേശുവിൻ്റെ സമയത്ത് അവരെ കണ്ടുമുട്ടി. പ്രിയരെ, നമ്മൾ യഥാർത്ഥ ആത്മ നടത്തിപ്പിലാകുമ്പം, സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മാവിൻ്റെ ഈ മണ്ഡലത്തിലേക്കൊരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മാവിന് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. ചുമ്മാ ഞാൻ പറയുന്നതല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ, ഞാൻ അതിമാനുഷ്യനായോണ്ടല്ല പറയുന്നത്, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഷിഫ്റ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്നത് 3000 ചില്ലുവാനും കിലോമീറ്റർ ആകാശത്തൂടെ പറന്ന് ആണ് ഇവിടെ എത്തിയത്. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. എത്തുമെന്ന് വിചാരിച്ചില്ല. രാവിലെ 3 മണിക്കാണ് വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞ് അല്പനേരം ഉറങ്ങിയിട്ട് രാവിലെ ഏത് സമയത്ത് എഴുന്നേറ്റു പോരുമായിരുന്നു. പറഞ്ഞു വരുന്നത് പ്രിയരെ, അതൊരു ഭൗതിക മണ്ഡലമാണ്. എന്നാൽ സെക്കൻഡുകൾ കൊണ്ട്, നിമിഷാർത്ഥങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മാവ് മൈലുകളല്ല അതിലപ്പുറവും സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആത്മീയ ശക്തി നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുക. യേശു രൂപാന്തരീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇല്ലേ, യേശു മരിച്ച് ഉയർത്ത് എഴുന്നേറ്റു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ സ്വഭാവം എന്താണെന്നറിയാവോ? യേശുവിന് പോകാൻ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എത്ര പേരിത് കേൾക്കുന്നുണ്ട്? അടച്ചിട്ട മുറിക്കകത്ത് യേശു ആ ചുവരിനകത്തൂടെ കടന്നു വന്നു. ഞാൻ സംസാരിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അമാനുഷികമായ ഒരു മണ്ഡലത്തെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ നാളുകളിൽ അപ്രകാരമുള്ള ചില ആത്മീയ പകർച്ചകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ കണ്ടതുകൊണ്ടാണ് ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് ഒരു ദേവദാസൻ്റെ കൂടെ സംസാരിച്ചപ്പോൾ ആ ഒരു മണ്ഡലത്തിലേക്ക് കടക്കുവാൻ സ്വർഗം എന്നെയും തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത്, ദൈവദൂതന്മാർ ശുശ്രൂഷിക്കുന്നത് വിശ്വാസ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ തുടങ്ങണം. കാരണം നമ്മൾ പലർക്കും ഇപ്രകാരമുള്ള വിസിറ്റേഷൻ അല്ലെങ്കിൽ ദൈവദൂതന്മാരുടെ ദർശനങ്ങൾ, സന്ദർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. നിങ്ങളിരിക്കുന്ന ഈ അഭിഷേകത്തിൻ്റെ കീഴിൽ, ഹല്ലേലൂയ, എൻ്റെ മേൽ സ്വർഗം ഇട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ കീഴിൽ നിങ്ങളിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആത്മീയ മണ്ഡലത്തിനകത്തേക്ക് നിങ്ങൾക്ക് കടന്നു കയറുവാൻ സ്വർഗം ഒരു പ്രവേശനം വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൂതന്മാരെ കാണുന്നു. ദൂതന്മാർ പറക്കുന്നത്, ദൂതന്മാർ യാത്ര ചെയ്യുന്നത്, ദൂതന്മാർ കൂടെ നിൽക്കുന്നത്, വെള്ള വസ്ത്രധാരികളായ ദൂതന്മാരുടെ സാന്നിധ്യം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കത് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ആഗ്രഹമുണ്ടോ? ഒന്ന് കൈവക്കി സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവദൂതന്മാർ സൂപ്പർ നാച്ചുറൽ അല്ലേ? അത് സാധാരണ മണ്ഡലമല്ല. ബൈബിളിനകത്തെ ഏറ്റവും സുപ്രധാനമായ ദൈവിക ഇടപെടലുകളൊക്കെയും സൂപ്പർ നാച്ചുറലാ. ഉദാഹരണം, മറിയത്തോട് ദൂതൻ സംസാരിച്ചു, നിന്റെ ഉദരത്തിൽ യേശു
ജനിക്കും, നിന്നിൽ ഒരു ശിശു പുറപ്പെടും. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാ? ദൂതൻ നേരിട്ട് വന്ന് ഇറങ്ങി പറയുക. ഹല്ലേലൂയ. സക്കറിയായോട് എലീഷ്ബ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുള്ള കാര്യം ദൂതൻ ബലിപീഠത്തിന്റെ സൈഡിൽ ഇറങ്ങി എന്ന് പറയുക. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകൻ, ദാനിയേൽ അവൻ വരുന്ന നാളുകളെ കുറിച്ച് വെളിപ്പാട് ചോദിച്ചപ്പോൾ സ്വർഗം വെളിപ്പാട് കൊടുത്തത് ദൈവദൂതനെ അവന്റെ പക്കലേക്ക് അയച്ച് ദൂതൻ അവനോട് സംസാരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൽ ഇടപെടുമ്പോൾ അങ്ങനെയാണ്. യേശു ഗെത്സമനി തോട്ടത്തിൽ നെടുവീർപ്പിട്ട് നിലവിളിക്കുമ്പോൾ, രക്തം വിയർക്കുമ്പോൾ, അവൻ ക്ഷീണിച്ചു പോകുന്ന അവസരത്തിൽ അവന്റെ പക്കൽ ദൂതൻ ഇറങ്ങി വന്ന് അവനെ ബലപ്പെടുത്തുക. ഹല്ലേലൂയ. പ്രിയരെ, ആത്മാവിൻ്റെ നടത്തിപ്പിലുള്ള ആത്മീയ മണ്ഡലത്തിനകത്താണ് നീയെങ്കിൽ നീ എന്തന്വേഷിക്കും? ഇവിടെയല്ല, ഉന്നതത്തിലുള്ള നിങ്ങളുടെ അഴിഞ്ഞു പോരാത്ത ഭൗമിക ഭവനമുള്ള സ്വർഗത്തിലുള്ളതിനെ അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് അന്വേഷിക്കുന്നു അത് നമ്മൾ കണ്ടെത്തും. ഹല്ലേലൂയ. വചനം പറയുന്നത് അതുകൊണ്ടാണ്, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. അതുകൊണ്ട് നമ്മൾ ഏത് മേഖലയിലുള്ളത് അന്വേഷിക്കുന്നോ അത് നമ്മൾ കണ്ടെത്തും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, അന്വേഷിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഗൂഗിളിലേക്ക് പോയി സെർച്ച് ചെയ്താൽ മതി. പണ്ടൊക്കെ നമ്മൾ ഒരു 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 ഇന്ന രീതിയിലുള്ള ഒരു സാധനം മേടിക്കണമെങ്കിൽ, ഒരു കാറ് മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണം ആലോചിക്കണമെങ്കിൽ എന്നാ ചെയ്യും? നമ്മളതിന് വീട് തോറും പോയി നടന്ന് അന്വേഷിക്കണം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഫിംഗർ ടിപ്പിൽ തൊടുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അന്വേഷിക്കാനുള്ള മണ്ഡലം തുറക്കുക. ഞാനിത് കാണുക. നമുക്കൊരു കാര്യം വേണമെങ്കിൽ നമ്മൾ ഒറ്റ അന്വേഷണം കൊണ്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, അല്ലേ? ചിലത് അന്വേഷിച്ചു, 2 ദിവസം അന്വേഷിച്ചു, 3 ദിവസം അന്വേഷിച്ചു, കുറേ ദിവസം അന്വേഷിച്ചപ്പോൾ ആരും കാണാതെ കിടന്നത് ചിലത് നമുക്ക് വെളിപ്പെട്ട് വന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിനകത്ത്, ഗൂഗിളിനകത്തെ കാര്യം ഇതെങ്കിൽ, ആത്മീയ മണ്ഡലത്തിനകത്ത് നിങ്ങൾ നോട്ടം വെക്കുന്ന, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന, നിങ്ങളുടെ ചിന്താ മണ്ഡലത്തിലുള്ള ചില വിഷയങ്ങളെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ അവയെ കണ്ടെത്തും. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് ലിവിംഗ് വേർഡ് ചേർച്ചിരിക്കുമ്പോൾ ഞാൻ പറയുക, നമ്മൾ ഈ ലോകത്തിലുള്ള അഴിഞ്ഞു പോകുന്നതിനല്ലാത്ത അപ്പുറത്തുള്ള സൂപ്പർ നാച്ചുറലിനെ, ആമേൻ, അമാനുഷികമായവനെ അന്വേഷിപ്പാൻ നമ്മളിതിന് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാവുന്ന ചില ദേവദാസന്മാരുണ്ട്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ ജോലി ചെയ്യുന്ന ദൂതന്മാരുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കേട്ടോ, നിങ്ങൾക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. സെക്രട്ടറിയുടെ ജോലി ചെയ്യുക. വചനം വന്നിരിക്കുന്നേ, അവൻ നിന്നെ സെർവ് ചെയ്യാൻ ഏഞ്ചൽസിനോട് കൽപ്പിക്കുന്ന വന്നിരിക്കുന്നത് ബൈബിളിൽ. Psalm 91 പറഞ്ഞിരിക്കുന്നത് എന്നതാ? He will give his angels in charge over you. ആമേൻ. നിന്നെ നോക്കി പരിപാലിക്കുകയും നിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ വേണ്ടി ദൂതന്മാരെ അവൻ കൽപ്പിച്ചാക്കുമെന്ന് വചനം പറഞ്ഞിരിക്കുക. എങ്കിൽ വിശ്വസിച്ചാട്ടെ, നമുക്ക് വേണ്ടി ദൈവദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ ഫ്ലോ കാണാൻ വരും. ആമേൻ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞതല്ല, വേറൊരാൾ പറഞ്ഞതാണ്. അദ്ദേഹം ഒരിക്കൽ താൻ ആയിരിക്കുന്ന ഓഫീസിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തായിരുന്നു. ഇതൊക്കെ ബൈബിളിലുള്ളതാണ് കേട്ടോ. ഞങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 40 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അത്യാവശ്യം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ദൂതൻ സെക്കൻഡുകൾ കൊണ്ട് ഓഫീസിലെത്തിച്ചു. സ്തോത്രം. ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് ഓഫീസിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അത് കണ്ട ആൾക്കാർ ഞെട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, കർത്താവിനിത് സാധിക്കുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ഷണ്ണനോട് ഫിലിപ്പോസ് വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ, ആമേൻ, അവനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്ത് അവനെ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി. അപ്പസ്തോല പ്രവൃത്തി അതായിരുന്നെങ്കിൽ, വിശുദ്ധ അപ്പസ്തോലന്മാരെ, നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് വെളിപ്പെട്ട് വരുന്ന ദിവസങ്ങളാണിത്. ഹല്ലേലൂയ. പ്രിയരെ, യേശുവിൻ്റെ ചിന്താ മണ്ഡലം ഒന്ന് നോക്കിക്കേ. യേശു കടൽക്കരയ്ക്ക് വന്നിട്ട് അക്കരയ്ക്ക് പോകാൻ വള്ളം അന്വേഷിച്ചപ്പോൾ വള്ളം കാണുന്നില്ല. ഉടനെ ഊബർ എടുത്തിട്ട് വിളിക്കുക, ഊബർ ടാക്സി.
അക്കരയ്ക്ക് പോകാനുള്ള ഊബർ എവിടെ എന്ന് അന്വേഷിക്കാൻ യേശു നിന്നില്ല. ഇല്ലേ? ഞാൻ ഇപ്പോഴത്തെ കാര്യം അങ്ങ് പറഞ്ഞത്. ഇപ്പോഴാണ് നമ്മൾ അന്വേഷിക്കും, എപ്പോഴാണ് ടാക്സി, എപ്പോഴാണ് അന്വേഷിക്കും. അക്കരയ്ക്ക് പോകാൻ വേറെ മാർഗമൊന്നും കണ്ടില്ല. സാധാരണ എന്താണ്, നാച്ചുറൽ മെത്തേഡ് അനുസരിച്ച് വള്ളം വരണം, അതേ കയറി പോകണം. യേശു നാച്ചുറൽ മെത്തേഡ് അങ്ങ് നിർത്തി. ഹല്ലേലൂയ. യേശു നേരെ സൂപ്പർ നാച്ചുറൽ മെത്തേഡിലോട്ട് കടന്നു. യേശു എന്നെ കാണിച്ചു, നാച്ചുറൽ മെത്തേഡാണെങ്കിൽ വെള്ളത്തിൽ ചാട്ടിയാൽ താന്നു പോകും. എന്നാൽ ആത്മാവിൽ സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് കടന്ന യേശു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിൽ പങ്കുപറ്റിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ള മേഖലയാണ്. എൻ്റെ യേശുവിനത് സാധിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തും അപ്രകാരമുള്ള ഒരു നടത്തിപ്പിലേക്ക് ദൈവം ഈ സഭകൾ വരെ കൂട്ടിക്കൊണ്ടുപോകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സൂപ്പർ നാച്ചുറൽ ആഗ്രഹിക്കണം, സൂപ്പർ നാച്ചുറൽ ആഗ്രഹിക്കണം. ബുദ്ധിക്ക് അതീതമായ ദൈവിക സമാധാനം എന്ന ഒറ്റ വാക്കുകൊണ്ട് വിശ്വാസത്തെ നിർത്തരുത്. ഹലോ, ബുദ്ധിക്ക് അതീതം. ആമേൻ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ലോകം എന്ന് പറഞ്ഞത് സയൻസ് വളർന്നതുകൊണ്ടാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ശരിയാ, ഒത്തിരി ശരിയാ, ഉണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ സയൻസിൻ്റെ ബുദ്ധിക്ക് അതീതമായ ദൈവിക നടത്തിപ്പിലേക്ക് ദൈവമക്കൾ കടന്ന് കയറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിക്ക് അതീതമായ ദൈവിക നടത്തിപ്പ്. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ കാലത്ത് ആ നാട്ടിൽ വലിയ ക്ഷാമമുണ്ടായി, ഇല്ലേ? ക്ഷാമം ഉണ്ടായിട്ട് ആർക്കും ഒന്നുമില്ല. എല്ലാ തരത്തിലും ഫിനാൻഷ്യൽ എക്കണോമി മെൽറ്റ് ഡൗൺ ചെയ്തു. ആരുടെ കയ്യിലും പണമില്ലെന്നായി, ധാന്യമില്ലെന്നായി. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് ഈ ധാന്യമാണല്ലോ. ധാന്യം ഇല്ലാതായി തീർന്നു. ഇനി എന്താ ചെയ്യേണ്ടേ? ഇനി ഈ സഹായം കിട്ടാൻ വേണ്ടി നൈൽ നദിയുടെ തീരത്തുള്ള ഈജിപ്തിലേക്ക് പോയാൽ അവിടെ കിട്ടുമെന്ന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചു. ഹലോ, ചെയ്യേണ്ടത് എന്നതാണ്, അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്ക് തൻ്റെ ഒട്ടകത്തെ കയറി നൈൽ നദിയുടെ തീരം സമൃദ്ധമായിരിക്കുന്ന ഈജിപ്തിൽ പോയി അവിടുന്ന് ധാന്യം വാങ്ങാം. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ അല്ലെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അബ്രഹാം ആത്മാവിൻ്റെ നടത്തിപ്പിൽ എന്ന് പറഞ്ഞാൽ ദൈവവുമായി സംസാരിക്കുന്ന നിരന്തര ബന്ധമുള്ളവനാകിയാൽ അവൻ ഇസ്ഹാക്കിനോട് പറഞ്ഞു, ധാന്യം വാങ്ങാൻ ക്ഷാമകാലത്ത് നീ ഈജിപ്തിലേക്ക് പോകണ്ട. പിന്നെയോ നീ ഈ ഉണങ്ങി വരണ്ട് ഗുണമില്ലാതെ നശിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മണ്ണിലോട്ട് അങ്ങ് വിതച്ചോളാൻ. അതാണ് സൂപ്പർ നാച്ചുറൽ മണ്ഡലം. അതാണ് ആത്മാവിൻ്റെ പ്രവൃത്തിയിലുള്ള മണ്ഡലം. ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഉത്തരമില്ല. തൻ്റെ വീട്ടിൽ ബാക്കിയിരിക്കുന്ന അല്പധാന്യമെടുത്ത് വിതച്ചാൽ ഈ വേസ്റ്റായിരിക്കുന്ന ഭൂമിയിൽ അത് നഷ്ടപ്പെട്ടുമെന്ന് പോകുമെന്ന് നീ വിചാരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഇടപെടുകയാണ്. ഹല്ലേലൂയ. വെള്ളം കൊണ്ടല്ല, വളം കൊണ്ടല്ല, വിശ്വാസം കൊണ്ട് അബ്രഹാത്തിന്റെ പുത്രൻ ഇസ്ഹാക്ക് വിതച്ചപ്പോൾ അതിനകത്തു നിന്ന് 100 മേനി. ഹല്ലേലൂയ. ഏറ്റവും നല്ല കാർഷിക രീതി ഇതാ. വിശ്വാസത്താൽ വിതച്ചോ, അതിനകത്തു നിന്ന് 100 മേനിയും അതിനധികവുമായി വെളിപ്പെട്ടു വരുന്ന സൂപ്പർ നാച്ചുറൽ മണ്ഡലം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സകലവരോട് ഞാൻ ആത്മാവിൽ പറയുക, ജീവിതത്തിന്റെ അകത്ത് നാച്ചുറൽ മണ്ഡലത്തിൽ നോക്കി നീ ക്ഷീണിച്ചിരിക്കേണ്ട, സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിനകത്തോട് കടക്ക. ആമേൻ. ബൈബിൾ നോക്കിയേ, എല്ലായിടത്തും ആത്മാവിന്റെ പ്രവൃത്തികൾ നടത്തെല്ലാം സൂപ്പർ നാച്ചുറൽ ഇടപെടല. ഗിദെയോൻ 300 പേരുമായി തനിക്കെതിരെ നിൽക്കുന്ന 10,000-14,000 മേലെ വരുന്ന സൈന്യത്തിനെതിരെ പോകുവാൻ ഗിദെയോനോട് ദൈവം ഇടപെടുന്നത് ഏത് മണ്ഡലത്തിലാ? സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിലാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവം അങ്ങനെയാ. 300 പേര് മാത്രമുള്ള ഗിദെയോന്റെ സൈന്യം ആ എതിർ സൈന്യത്തിന് പോകുന്നതിന് മുമ്പായി ആ സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. എതിരാളികളുടെ പാളയത്തിൽ കിടന്നുറങ്ങിയിരുന്ന എതിരാളികൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. കാണുന്നില്ല, സ്വപ്നം പുറമേൽ കാണോ?
സ്വപ്നം പുറമേ ആരും കാണത്തില്ല. സ്വപ്നത്തിൻ്റെ അകത്ത് എന്താ നമ്മൾ പറയുന്നത്? ഇറ്റ് ഈസ് എൻ ഇലൂഷൻ. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളങ്ങ് പറയുക. സ്വപ്നം ആരുടെ മുമ്പിലും അങ്ങ് പ്രത്യക്ഷപ്പെടത്തില്ല. എന്നാൽ സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൽ ചലിക്കുന്ന ഗിദെയോന്റെ ജീവിതത്തിനകത്ത് വ്യാപരിച്ച ദൈവശക്തി പാളയത്തിനകത്ത് ഉറങ്ങിക്കിടന്ന മിദ്യാനിയരുടെ ഉള്ളിൽ സ്വപ്നങ്ങൾ കാണിച്ചു. എല്ലാവർക്കും ഒരേ സ്വപ്നം, ഒരേ സ്വപ്നം. ഹല്ലേലൂയാ. ഒരു യവത്തപ്പം ഉരുണ്ടു വന്ന് തങ്ങളുടെ കൂടാരങ്ങളെ മറിച്ചിടുന്നു എന്നൊരു സ്വപ്നം. ഹല്ലേലൂയാ. That is supernatural. That is supernatural. ഒരു ബോംബ് വന്ന് വീണിട്ട് തകർന്നു പോയെന്നല്ല, ഒരു തീപ്പന്തം വന്ന് വീണിട്ട് കത്തിപ്പോയെന്നല്ല, മറിച്ച് ഒരു യവത്തപ്പം, ഒരു യവത്തപ്പം ഉരുണ്ട് വന്ന് തങ്ങളുടെ കൂടാരങ്ങളെ മറിച്ചിടുന്നു. ചിന്തിച്ചാൽ, ആലോചിച്ചാൽ പിടികിട്ടത്തില്ല. ഒരു യവത്തപ്പം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇഡ്ഡലി പോലെ കാണുക. ഒരു ഇഡ്ഡലി പോയി ഒരു കൂടാരത്തെ മറിച്ചിടുക. ഹലോ, അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറഞ്ഞേ, നിങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന ചില കൂടാരങ്ങളും മണ്ഡലങ്ങളും ഉണ്ട്. അതിനകത്ത് നിന്ന് ഉരുണ്ടിറങ്ങുന്ന ഒരു യവത്തപ്പമുണ്ട്. അത് സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയ. ഹല്ലേലൂയ. ദർശനം കണ്ട, സ്വപ്നം കണ്ട ഈ പറഞ്ഞ എതിർപക്ഷത്തെ പട്ടാളക്കാർ തമ്മിൽ പറയുന്നത് കേട്ടിട്ടാണ് ഈ ഗിദെയോന് ശക്തി ഉണ്ടായത്. അവർ തമ്മിൽ പറയുക, അത് മറ്റാരുമല്ല, യഹൂദനായ ഗിദെയോൻ തന്നെ, ഇസ്രായേലിനായ ഗിദെയോൻ തന്നെ. ആര് പറഞ്ഞു? സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൽ ഇടപെടുന്ന ദൈവം നിനക്ക് അനുകൂലമായി സംസാരിപ്പാൻ നിന്റെ ശത്രുവിന്റെ അകത്ത് ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് പറയുന്നത് കേട്ടപ്പോ ഗിദെയോന്റെ ഉള്ളിൽ ശക്തി വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ പറയുക, ഇത് നമുക്കെതിരെ വരുന്നത് മറ്റാരുമല്ല, ഗിദെയോൻ. അവൻ്റെ കയ്യിൽ ആകപ്പാടെ ഉള്ളത് 300 പട്ടാളക്കാർ. അത് വലിയ പട്ടാളമൊന്നും പറയാനില്ല. വെള്ളം കുടിച്ചപ്പോൾ നക്കി കുടിച്ച കുറച്ച് പേരെ അല്ലേ, കുറച്ച് പേരെ മാത്രം അല്ലേ, കോരി കുടിച്ച 300 പേരെ മാത്രം തിരിച്ചു വെച്ചിരിക്കുക. അതിനകത്ത് ആൾക്കാരുടെ ഉയരവും നെഞ്ചളവും നോക്കിയിട്ടല്ല പട്ടാളത്തെ തിരിച്ചത്. ഓടാനുള്ള കഴിവ് നോക്കിയിട്ടല്ല, ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കിയിട്ടല്ല, മറിച്ച് ഒറ്റ ഒരു അടയാളം. ആ ഒറ്റ അടയാളത്തിൻ്റെ പേരിൽ 10,000-നകത്തുനിന്ന് തിരിച്ച് 300 പേര് മാത്രം അവശേഷിച്ചു. സ്തോത്രം. എന്നാ പറ്റിയെന്നറിയാവോ? ഹല്ലേലൂയ. പ്രിയരേ, ഈ പറഞ്ഞ യവത്തപ്പം വ്യാപരിച്ചു കഴിഞ്ഞു. ദൈവം സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൽ ഗിദെയോനോട് പറഞ്ഞു, നിന്റെ കൂടെയുള്ളവരോട് ഈ മിദ്യാനിയുടെ പാളയത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് കാഹളം മുഴക്കിക്കൊള്ളാൻ. കാഹളം അവിടെയല്ല മുഴക്കണ്ടല്ലേ, കാഹളം മുഴക്കേണ്ടത് യുദ്ധം പുറപ്പെടുമ്പോഴാണ്. ഹലോ, ഒരു വലിയ സൈന്യം പാളയം ഇറങ്ങുമ്പോൾ, ഒരു വലിയ സൈന്യം യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു കാഹളം മുഴക്കും. അതിൻ്റെ അർത്ഥം ശത്രുവിനോട് പറയുക, ഇതാ ഞങ്ങൾ വരുക. ഹല്ലേലൂയ. എന്നാൽ വിരലെണ്ണം മാത്രമുള്ള അല്പമായിരിക്കുന്ന 300 പട്ടാളക്കാർ മാത്രമായി ഈ കോടികളുടെ അല്ലെങ്കിൽ ആയിരങ്ങളുടെ 10,000ങ്ങളുടെ പട്ടാളത്തിന് നടുവിൽ, അവരുടെ കൂടാരത്തിന് നടുവിൽ ഇറങ്ങിയിട്ട് കാഹളം മുഴക്കിയ ഗിദെയോൻ വിശ്വസിച്ചത് സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ. പ്രിയരേ, നമുക്ക് വേണ്ടി ഒരു കാഹളം മുഴങ്ങാനൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആ കാഹളം വാനിൽ മുഴങ്ങുന്ന അന്ന് എന്റെ പ്രിയൻ വാനിൽ വരുമ്പോൾ, ഹല്ലേലൂയ, ഏറ്റവും ഉന്നതമായ സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എടുക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൻ്റെ ഏറ്റവും ഉന്നതിയാണ് ശരീരത്തിൻ്റെ രൂപാന്തരീകരണം. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാൻ മേലല്ലേ, നോഹയുടെ കാലത്തെ പോലെ ഇപ്പം
നോഹയുടെ കാലത്തെ ആൾക്കാരുടെ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ അവർ പറയും എങ്ങനെയാണ് മഴയൊന്നുമില്ല, മഴയെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. കാരണം അവരാകപ്പാടെ കണ്ടിരിക്കുന്നത് ഇങ്ങനെ മഞ്ഞ് ഡ്യൂ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. മഴയോ അപ്രകാരം പൊങ്ങി വരുന്ന വെള്ളമോ ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാർ അതിനെ അംഗീകരിച്ചില്ല. ഇന്നും യേശുവിൻ്റെ മധ്യവാനമേഘ പ്രത്യക്ഷതയിൽ അവൻ്റെ വൃദ്ധന്മാർ, അവനിൽ മരിച്ചവർ, അവനിൽ ജീവിച്ചിരിക്കുന്നവർ, അവർ രൂപാന്തരം പ്രാപിച്ച് പറന്നു പോകുമെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിലേക്ക് നമ്മൾ കടന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളത് കാണാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സമയം മുന്നോട്ട് വേണ്ടി അവസാനിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളത് വിളിച്ചിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിലോട്ടാണ്. ഞാനത് വിശ്വസിക്കുക. എൻ്റെ യേശു അപ്രകാരമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ യേശു അപ്രകാരമാണ് നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മളെ വിളി. യേശുവിൻ്റെ പ്രവൃത്തി അങ്ങനെയല്ലേ? സീസറിന് നികുതി കൊടുക്കാൻ പണം അന്വേഷിച്ച് നാട്ടിലെ പ്രമാണിയുടെ വീട്ടിലോട്ട് പോകാനാണോ പറഞ്ഞേ? ഹലോ, അവിടെ ലാസർ എന്ന് പറഞ്ഞൊരു ധനവാനുണ്ടായിരുന്നു അല്ലേ? അവൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞോ? ഇല്ല. അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ഏതെങ്കിലും പരിചയത്തിലുള്ള ആരുടെയും എടുത്ത് പോയിട്ട് പണം ചോദിക്കാൻ യേശു പറഞ്ഞോ? യേശു എന്നാ പറഞ്ഞേ? യേശു പത്രോസ് പറഞ്ഞു നീ പോയിട്ട് ചൂണ്ടിടാൻ. വലയിടണ്ടെന്ന് പറഞ്ഞു. കാര്യം വലയിട്ടാൽ കണ്ടവാനും കൂടി പോകും, പ്രശ്നമാണ്. സ്തോത്രം. ചൂണ്ടിട്ടാവും. നമ്മുടെ ആവശ്യം എന്താ? ഇന്നത്തെ സീസണിന് പൈസ അടച്ചാൽ മതി. അതിനുള്ളതവിടെ വരും. നീ ചൂണ്ടിടാൻ പറഞ്ഞു. ചൂണ്ടിട്ട് മീൻ കൊത്തി. ഞാൻ പലപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്ന സന്തോഷമുള്ള കാര്യമാണ്. മീനിൻ്റെ വാ തുറന്നപ്പോഴേ പൈസ ഇരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നതെന്നറിയോ? മീൻ നമ്മുടെ ആൾക്കാർ ഈ വായിൽ ഈ ബബിൾഗം ഇട്ടോണ്ട് പോകുന്ന പോലെ മീൻ നടക്കുമോ? ഇല്ല. മീൻ അതിന് കൊള്ളുക സാധനമാണ്, അപ്പോഴും തുപ്പിക്കളയും, അല്ലെങ്കിൽ അത് വിഴുങ്ങും. രണ്ടിലൊന്നും സംഭവിക്കണം. പക്ഷേ മീൻ എന്ന് വരുമ്പം അതിൻ്റെ വായിക്കകത്ത് ഒരു ദ്രഹ്മ, ഒരു കോയിൻ. സ്തോത്രം. അതിൻ്റെ അർത്ഥം പത്രോസ് ചൂണ്ടയിട്ടപ്പോൾ തന്നെ ഈ മീനിൻ്റെ വായിൽ കുടുങ്ങിയത്. അതുകൊണ്ട് അത് വന്ന് അടുത്ത ചൂണ്ടയിലിട്ട് കൊത്തിയത്. തുറക്കാൻ പത്രോസ് തുറന്നപ്പം വായിലിരിക്കുന്ന ഒരു കോയിൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ സകല നന്മകളെയും തരുവാൻ, ആമേൻ, ഓ ഹല്ലേലൂയ, ക്രിസ്തുവിൽ നമ്മളെ സമ്പന്നരാക്കുവാൻ, ഭൗതിക മണ്ഡലത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ ആവശ്യമായ മീനുകൾ നിങ്ങളുടെ നേരെ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അതിനെ അങ്ങ് കൈപ്പറ്റിക്കോ, അതിനെ അങ്ങ് സ്വീകരിച്ചോ, അതിനെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. തീർച്ചയായും നിന്റെ ആവശ്യം സ്വർഗം കണ്ടു കഴിഞ്ഞോ? ഹല്ലേലൂയ. ലോകത്തിലെ മനുഷ്യർക്ക് മനസ്സിലായില്ല, എന്നാൽ സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൽ ഇടപെടുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം സ്വർഗം കണ്ടു കഴിഞ്ഞു. അതിനായി നിങ്ങൾക്കുള്ള മീനുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഗ്ലോറി ടു ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞെടുത്തത് പറഞ്ഞ് നിർത്തി അവസാനിപ്പിക്കാൻ പോവുകയാണ്. മലയുടെ മുകളിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ കാല വ്യത്യാസമില്ലാതെ, കേൾക്കുന്നുണ്ടോ? കാല വ്യത്യാസമില്ലാതെ, സമയ വ്യത്യാസമില്ലാതെ, ഹലോ, ആമേൻ, ജിയോഗ്രഫിക്കൽ വ്യത്യാസമില്ലാതെ, എന്താണ്, സ്ഥലം ഏതെന്നുള്ള വ്യത്യാസമില്ലാതെ ആ സകലയിടത്തും പോകുവാൻ, ഇടപെടുവാൻ നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ സാധിക്കും. ആമേൻ. ഞാൻ നൈജീരിയയിലുള്ള ഒരു ദൈവദാസൻ്റെ ചേർച്ചിൽ വെച്ചൊരു സാക്ഷ്യം കേട്ടപ്പം അവിടെ പറയുക, ഒരു മനുഷ്യനെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. പസഫിക് ഓഷ്യനിലുള്ള റിമോട്ടായിരിക്കുന്ന ഒരു ഐലൻഡിൽ, അവിടുത്തെ എല്ലാ ഐലൻഡും റിമോട്ടാണ്, ആരും ചെല്ലാത്ത ഒരു ഐലൻഡിൽ ഒരു നാട്ടുരാജാവ്, ആഫ്രിക്കയിലെ ഒരു നാട്ടുരാജാവാണ് ആ പുള്ളിയെ കൊണ്ട് ഒളിച്ച് താമസിപ്പിച്ചിരിക്കുക. അദ്ദേഹത്തിനെ വിട്ടുകൊടുക്കണമെങ്കിൽ കോടികൾ വില വരുന്ന ഒരു സംഖ്യ കൊള്ളസംഘം ആവശ്യപ്പെട്ടിരിക്കുക. രാജാവ് സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ കേട്ടെ. സ്തോത്രം. രാജാവ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഒരു നാട്ടുരാജാവാണ്. അദ്ദേഹം തട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിട്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആശയം നശിച്ചു. ആരും തന്നെ രക്ഷിക്കാൻ തൻ്റെ നാട്ടിലെ പണമില്ല.
ആരും തന്നെ രക്ഷിക്കാനില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നിടത്ത് ആമേൻ അദ്ദേഹത്തിൻ്റെ ബോട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അവരെ കെട്ടിയിട്ടിരിക്കുക. അദ്ദേഹത്തെ അതിൽ കെട്ടിവെച്ചിരിക്കുക. ഭക്ഷണമൊക്കെ വല്ലപ്പോഴും കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു കടലിൻ്റെ വെള്ളത്തിനകത്ത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ദർശനം കണ്ടു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പേടിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ദർശനമല്ല, ആത്മാവിലുള്ള ഒരു വലിയ മനുഷ്യനായിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം കണ്ടു, ഞാനീ പോയ ചേർച്ചിലെ പാസ്റ്ററെ അദ്ദേഹം അവിടെ വന്നിട്ട് ഈ മനുഷ്യനെ വെടിവെക്കുക, ഈ മനുഷ്യനെ കെട്ടിനകത്തൊന്നും പൊട്ടിച്ച് മാറ്റി അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതായിട്ട് കേട്ടു. അയാൾ കണ്ടതാ. അല്പനിമിഷത്തിലുള്ളത് സംഭവിച്ചു. അയാൾ കടലിൽ വീണ്ടും ആ വള്ളം ഈ കെട്ടെല്ലാം പൊട്ടി ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. അയാൾ ഒളിച്ചിട്ടിരുന്ന ഐലൻഡിൻ്റെ സൈഡിൽ നിന്ന് ഈ ബോട്ട് കടലിലേക്ക് വിസിബിളായ സ്ഥലത്തോട്ട് മാറി. അപ്പോൾ ആകാശത്ത് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ നേവൽ ഓഫീസർമാർ കടലിൽ ഒഴുകുന്ന ഈ വള്ളം കണ്ട് അതിലുള്ള ആളെ രക്ഷിച്ചു. സ്തോത്രം. പ്രിയരെ, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാക്കിക്കേ. നമ്മൾ ഇവിടെയാണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന ആത്മാവിൽ ഇപ്പോൾ മൈലുകൾ അപ്പുറത്തുള്ള സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ പറ്റും, ശുശ്രൂഷിക്കാൻ പറ്റും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. അപ്രകാരമുള്ള ഒരാത്മ നടത്തിപ്പിലേക്ക് ദൈവം സഭകളുടെ കൂട്ടിക്കൊണ്ടു പോട്ടെ. ആമേൻ. ഈ ബൈബിളിൽ മുഴുവനുണ്ട്. കാലത്തിനും സമയത്തിനും ദൂരത്തിനും അതീതമായി ദൈവപുരുഷന്മാർ സഞ്ചരിച്ച് ഇവിടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ചുമ്മാതെ എന്തെങ്കിലും കാണിച്ച് കുറച്ചാൾ ലോകത്തിൽ കൈ കൊണ്ട് ജീവിച്ച് മരിച്ചങ്ങ് അടക്കി തീർന്നു പോകാനല്ല. അതിനിടയ്ക്ക് 1050 പ്രാവശ്യം സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പോരാ. ഹല്ലേലൂയ. അങ്ങനെ അവസാനിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഉന്നതമായ ആത്മീയ മണ്ഡലത്തിലേക്ക് കയറാനാ. സ്തോത്രം. കർത്താവ്, ഞാൻ വീണ്ടും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ നിങ്ങളെല്ലാവരും വിളിക്കുക, എല്ലാവരും വിളിക്കുക. യേശുവിൻ്റെ വേലയ്ക്കായി ഇറങ്ങുക. ഹല്ലേലൂയ. ഇവിടെയുള്ള ചെറുതിനെ കണ്ടിട്ട് ഇതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചൊന്നും നീ വിചാരിക്കണ്ട. നിന്റെ ശവപ്പെട്ടിക്ക് അവസാന ആണിയും അടിച്ചിട്ട് പോകുള്ളൂ പറഞ്ഞ് നിൽക്കുന്നോണ്ട് പറ. സ്തോത്രം. ഞാനൊരു കൊയ്ത്തിന് പോവുക. ഹല്ലേലൂയ. ഞാനൊരു കൊയ്ത്തിന് പോവുക, ആത്മ കൊയ്ത്തിന് പോവുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിക്കും. കർത്താവ് യേശുവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയവൻ കർത്താവെ സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൽ, യെസ് ലോർഡ്, ആ സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം. യെസ് ലോർഡ്. ദൈവമക്കൾക്കതുണ്ട് എന്ന് വചനം പറയുന്നു. യേശു അപ്രകാരം ചെയ്തു എന്ന് വചനം പറയുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ അപ്രകാരം തന്നെ ആ ആത്മ നടത്തിപ്പിലായി എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. യെസ് ലോർഡ്. സ്തോത്രം. ആത്മീയ മണ്ഡലത്തിലേക്ക് കയറുവാൻ, ആ മണ്ഡലത്തിൽ മുന്നോട്ട് പോകുവാൻ സകലവരെയും സ്വർഗം സഹായിക്കണം. എല്ലാ മഹത്വവും യേശുവിന് സമർപ്പിക്കുന്നു. ആമേൻ.